എടാ, ഞാൻ നിന്റെ അനന്തരവും മാത്രമായിരുന്നെങ്കിൽ വരില്ലായിരുന്നു. നമ്മൾ രണ്ടുപേരും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു. ആ പരിശുദ്ധം കൂറുമാറി. അവൻ അപ്പുറത്തുനിന്ന് ഈ കല്യാണം നടക്കാതിരിക്കാൻ പല വഴികളും നോക്കുന്നുണ്ട്. എന്തിന് ചിറ്റപ്പൻ ചെല്ലമ്മേ ആ കൊടിയരസിനെ കൊണ്ട് കെട്ടിക്കാൻ പോവാ. ചെല്ലമ്മയ്ക്ക് നിങ്ങൾ കല്യാണം ആലോചിച്ചോ? അതോ ആ കൊടിയരസിനെ പോലെ ഒരുത്തനായിട്ട്? അവൻ തന്നെയാ കെട്ടുന്നേ. അതിനിപ്പോ എന്താ? ആർക്ക്? ആ കൊലപാതകയ്ക്കാണോ എന്റെ ചെല്ലമ്മയെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്? കയ്യും കാലും കെട്ടിയിട്ട് വെട്ടി കൊല്ലു ഞാൻ. എന്റെ മോളെ ഞാൻ ആർക്ക് വേണേലും കെട്ടിക്കൊടുക്കും. അതിന് നിനക്കെന്താ? നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? നിനക്ക് കെട്ടാനുള്ള പെണ്ണിനെ നീ കണ്ടുപിടിച്ചില്ലേ? അപ്പൊ എന്റെ മോളെ കെട്ടാനുള്ള ചെറുക്കനെ ഞാൻ കണ്ടുപിടിക്കണ്ടേ? ഒന്ന് പോടാ. എന്താ ചേച്ചി? എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കരുതെന്ന് പറയാൻ നീ ആരാടാ? ചെല്ലമ്മയെ നമ്മൾ പൊന്നുപോലെ വളർത്തിയല്ലേ ചേച്ചി? എന്നോടുള്ള ദേഷ്യത്തിന് അവളുടെ ജീവിതം നശിപ്പിക്കല്ലേ? നിനക്ക് അവളോടുള്ള സ്നേഹം കണ്ട് ഭയങ്കര സന്തോഷം. അവളുടെ തലയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അങ്ങനല്ലേ നടക്കൂ. നീ പോയി ആ സോഡക്കാരി കെട്ട് പോ. ചെല്ലമ്മേ, നിന്നോടാ സംസാരിക്കുന്ന എനിക്ക് എന്താ നടക്കാൻ പോകുന്നറിയോ? അവനൊരു മുഴു കുടിയനാ. കൊലപാതകയെ കൊണ്ട് നിന്നെ കെട്ടിക്കാനാ നോക്കുന്നത്. ഞാൻ സമ്മതിക്കും. നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. വാ നമുക്ക് വീട്ടിൽ പോവാം. ആ വീട്ടിൽ പോവാന്ന്. ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെയൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ നിന്റെ അമ്മാവനല്ലേ? അങ്ങനെയൊന്നും എനിക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല. പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? അവളുടെ കാര്യത്തിൽ എനിക്കുണ്ട് ഉത്തരവാദിത്തം. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ കല്യാണം നടക്കില്ല. കിട്ടും. എടാ, കൊലപാതകം ചെയ്താലും ശരി കുടിക്കില്ല നീ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പത്മാവതി ചേച്ചിയുടെ കെട്ടിയവൻ കുടിച്ചാ ചത്തത്. അതുകൊണ്ടാണ് ഞാൻ കുടിക്കില്ല എന്ന് തീരുമാനിച്ചത്. എല്ലാരും കൂടെ നാണം കെടുത്തി കളഞ്ഞടാ. കുടിച്ചാൽ സങ്കടം പോകുന്നാ പറയാറ്. ഇപ്പൊ കുടിച്ചതിന് ശേഷം ആ സങ്കടം കൂടിയത്. എത്ര നന്നായിട്ട് നടന്നിരുന്ന കുടുംബമായത്. ഇപ്പൊ ആളും ഇല്ല, അനക്കവും ഇല്ല. പോയതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. നമ്മളെ കരയിച്ചതെല്ലാം നാളെ കരഞ്ഞോളും. എല്ലാത്തിനും ഞാനാ കാരണം എന്നാ പറയുന്നത്. ഇതുകൊണ്ടാ ആരെ അധികം സ്നേഹിക്കരുതെന്ന് പറയുന്നത്. ഒന്നുകിലും നമ്മളെ അവര് വേദനിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ വേദനിപ്പിക്കും. ഇതുകൊണ്ടാ ഞാൻ ആരുമായിട്ടും കൂടുതൽ അടുക്കാൻ നിൽക്കാത്തത്. എന്നോടും കൂടുതൽ ആരും അടുക്കണ്ട. അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമില്ല. നീ വാ, നമുക്ക് അകത്തേക്ക് പോവാം. അതൊരു അമ്പലമാ. ഞാൻ അകത്തോട്ട് വരില്ല. എന്നാ പിന്നെ വാ, നമുക്ക് കുളിച്ചിട്ട് അകത്ത് കയറാം. എന്റെ രാമനും ലക്ഷ്മണനും ഒക്കെ ഇവിടെയല്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്റെ ദൈവമേ, എന്റെ മോനെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ. നീ ഒന്ന് എണീറ്റേ. നാളെ രാവിലെ എല്ലാരെയും ഫോൺ വിളിച്ചിങ്ങോട്ട് വരാൻ പറയണം. ഒരു തീരുമാനം എടുക്കാനുണ്ട്.